ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ സ്വാർത്ഥതയുടെയും നമ്മളുടെ നന്മകൾ മാത്രം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുവാനായിട്ട് നമ്മൾ എത്രമാത്രം സന്നദ്ധരാണെന്ന് നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യുവാനായിട്ട് പരിശ്രമിക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പാപിനിയായ സ്ത്രീയുമായിട്ട് യേശുവിൻ്റെ മുമ്പിലേക്ക് യഹൂദരും നിയമജ്ഞരും വന്നുകൊണ്ട് ആ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് യേശുവിനോട് ആവശ്യപ്പെടുന്നുണ്ട്. യേശു അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യമേ അവളെ കല്ലെറിയട്ടെ എന്ന് യേശു പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, മുതിർന്നവർ മുതൽ കുഞ്ഞു മക്കൾ വരെ എല്ലാവരും കല്ല് നിലത്തിട്ടുകൊണ്ട് തിരിച്ചു പോയെന്ന് പറയുന്നതായിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അതിലൂടെ എന്താണ് ആ സുവിശേഷ ഭാഗം നമ്മളോട് പറഞ്ഞു വെക്കുന്നത്? അതിത്രമാത്രമാണ്. അവർ പറയാതെ തന്നെ പറയുകയാണ്, ഞങ്ങൾ പാപികളാണ്. അവരേറ്റുപറഞ്ഞുകൊണ്ട് ആ കല്ലവിടെ ഉപേക്ഷിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മളുടെ ജീവിതത്തിലും നമുക്കും ഇതുപോലെ ഏറ്റുപറയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മളുടെ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ആ തെറ്റ് ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മളെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ ദൈവത്തിൻ്റെ ആ തിരുസന്നിധിയിലിരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കുവാനായിട്ടും നമ്മളെ തന്നെ ഒന്ന് ആത്മപരിശോധന ചെയ്യുവാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. ഈ തപസ് കാലത്ത് നമ്മളുടെ തിരുസഭ നമുക്ക് തന്നിരിക്കുന്ന ആ മനോഹരമായൊരു കൂദാശയുണ്ട്, കുംഭസാരം എന്ന ആ കൂദാശ. ആ കൂദാശയിലേക്ക് നമുക്ക് അടുക്കുവാനായിട്ടും ആ കൂദാശയിലായിരുന്നു കൊണ്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മളുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് ഈ തപസ് കാലത്ത് ദൈവത്തെ സ്വീകരിക്കുവാനായിട്ട് ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.